ഇതിപ്പോ അനീഷ് എഴുന്നേറ്റ് പൊടിയും തട്ടിക്കളഞ്ഞു പോയി. പക്ഷെ അനുമോൾ ഇതിപ്പോ കഥയുടെ അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അതും ഏറ്റവും കൂടുതൽ രഹസ്യം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരാളടുത്ത് കൂടി ഇപ്പൊ അനുമോൾ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. അനീഷ് ഏട്ടൻ തന്നെ വിവാഹ അഭ്യർത്ഥനയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു എന്ന ഒരു രഹസ്യത്തിലേക്ക്. അപ്പോൾ എന്താണ് സംഭവിച്ചെന്നുള്ളത് ലൈവ് അപ്ഡേറ്റിലേക്ക് കിടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നത്, ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സംഭവം എന്ന് വെച്ചാൽ ഇവിടെ വളരെ കാഷ്വൽ ആയിട്ട് നമ്മുടെ അനീഷും നമ്മുടെ ഷാനവാസും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് അനുമോൾ കയറി വരുന്നു. അനുമോൾ അവിടെ വന്നപ്പോഴത്തേക്കും അനീഷ് അങ്ങ് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അനീഷ് ആ കൂട്ടത്തിൽ നിന്ന് അങ്ങ് മാറി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ അനാറൊക്കെ കൊണ്ടുവന്നിട്ട് അനീഷ് നമ്മുടെ അനുമോൾക്ക് കൊടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടായി. പക്ഷെ വലിയ സംഭവമൊന്നുമില്ല, പിണക്കമില്ല എന്ന് കാണിച്ച കണക്ക് തോന്നി എനിക്ക്. അതിനുശേഷം ഷാനവാസും ആദിലയും അനുമോളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നിനെ സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അനീഷ നടത്തത്തിന്റെ ഇടയിൽ നിന്ന് അതൊന്ന് ബ്രേക്ക് ചെയ്ത് പുറത്ത് പോയി ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടു. ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ആദില പറഞ്ഞു, ദേ അനീഷേട്ടൻ പുറത്ത് ഒറ്റയ്ക്കിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇതിന്റെ ഇടയിൽ ഈ അനുമോളോട് അനീഷേട്ടൻ മിണ്ടുന്നില്ല എന്ന് ഷാനവാസിന്റെ മുന്നിൽ വെച്ച് തന്നെ ആദിലയും അനുമോളും ഒക്കെ പറഞ്ഞിട്ട് എന്നോട് മിണ്ടുന്നില്ല ഷാനവാസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പം ഷാനവാസ് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അനീഷേട്ടാ, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ പ്രത്യേകിച്ചൊന്നും അവിടെ അനീഷ് ഒന്നും പറഞ്ഞില്ല, തമാശയായിട്ട് കണ്ടു. എന്നിട്ടാണ് പുറത്തു പോയി ആ ഊഞ്ഞാലിൽ വന്ന് ഒറ്റയ്ക്കിരുന്നത്. അപ്പം അങ്ങനെ പോയി ഇരുന്നപ്പോഴത്തേക്ക് അനുമോള് പിന്നാലെ നാണിച്ച് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്പോഴത്തെ അനുമോളുടെ ആക്ഷൻസും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നുവാണ്. വളരെ പക്വതയായിട്ട് പെരുമാറേണ്ടത് അനുമോളും കൂടിയായിരുന്നു. അപ്പൊ അനുമോൾ അതിനെ പിന്നെ നെഗ്ലക്ട് ചെയ്യാതെ വീണ്ടും എന്തോ അനീഷിന്റെ അടുത്ത് ഒരുമാതിരി നമ്മൾ ഈ കോളേജിലും സ്കൂളിലും ഒക്കെ കാണുന്ന പോലെ പ്രപ്പോസ് ചെയ്ത് അവനവിടെ പോയി. പിന്നെ ഈ പെങ്കൊച്ചെന്തിനാണ് ചുമ്മാ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാൻ പോകുന്നത്? പിന്നെ അങ്ങോട്ട് ഒരു കാര്യവും ഇല്ലല്ലോ. എന്തായാലും അനുമോൾ വീണ്ടും അനീഷിന്റെ അടുത്ത് പോയി ഇരുന്ന് സംസാരിക്കണം. അത് അനുമോൾ വന്നിരുന്നപ്പോ തന്നെ അനീഷ് ആ ഊഞ്ഞാലിരുന്നിട്ട്